ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ട്രാവൽ ബേസ്ഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ട്രാവൽ വ്ളോഗല്ല, ഒരു ട്രാവൽ ടിപ്സ് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നമ്മളൊരു ബൈക്ക് റൈഡറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ട്രാവൽ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇപ്പോൾ ചെയ്യാത്ത വ്യക്തികളെയല്ല, മെയിനായിട്ട് വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ബൈക്ക് ട്രാവൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൺഫ്യൂഷൻസ് വരും. കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്തൊക്കെ ക്യാരി ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത്, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അങ്ങനെ എല്ലാ രീതിയിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും ബിഗിനറിനെ സംബന്ധിച്ചുള്ള. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് കുറച്ച് ട്രാവലിംഗ് ടിപ്സ് ആയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള ടിപ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ അറിഞ്ഞതുള്ളത്, മറ്റുള്ളവരിൽ നിന്നും എനിക്കറിയാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചിട്ടാണ് ഡയറക്റ്റ് വീഡിയോ ആയിട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു റൈഡ് എടുക്കാൻ. കാരണം നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സിക്ക് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ റൈഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ബൈക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഫിസിക്കലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും. നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ മാക്സിമം ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ടൈമുകളിൽ മാത്രം ട്രാവലിംഗ് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ മെൻ്റലി, കാരണം നിങ്ങളുടെ മെൻ്റൽ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ റൈഡിങ്ങിനെ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മെൻ്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിട്ടുള്ള ടൈമുകൾ മാക്സിമം റൈഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്പർ 2, നിങ്ങൾ മെയിനായിട്ടും വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ്. നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നിങ്ങൾ മെയിനായിട്ട് സർവീസ് ചെയ്തതിന് ശേഷം മാത്രം റൈഡ് എടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യാൻ മറക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ RC ബുക്ക്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഈ 3 കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ ക്യാരി ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു ID കാർഡും ക്യാരി ചെയ്തിരിക്കണം. സപ്പോസ് ഇനി എന്തെങ്കിലും നിങ്ങൾ സ്റ്റേറ്റ് വിട്ടുള്ള റൈഡാണെന്നുണ്ടെങ്കിൽ പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ID കാർഡ് കാണിക്കാൻ ബാധ്യസ്ഥരാണ്. സോ നിങ്ങൾ മസ്റ്റായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. ഇനി നമ്പർ 3, നിങ്ങൾ ലഗേജ് ക്യാരി ചെയ്യണത് മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ലഗേജ് ക്യാരി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എത്ര ദിവസം റൈഡ് ഉണ്ടെന്നുള്ളത് കണക്ക് കൂട്ടി ഓവറായിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങൾ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് അതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് റൈഡിങ്ങിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. റൈഡിൽ നിങ്ങൾ ആ വെയിറ്റ് അത്രയും ക്യാരി ചെയ്യുന്നത് നിങ്ങൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സോളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ബാക്കിൽ കെട്ടി വയ്ക്കാം, അല്ല പില്ലിനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലഗേജിൽ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്പർ 4, നിങ്ങൾ ഫുഡിങ്ങിൻ്റെ കാര്യമാണ്. മാക്സിമം ലൈറ്റായിട്ടുള്ള രീതിയിൽ ഫുഡുകൾ കഴിക്കുക. ഇപ്പോൾ ട്രാവലിംഗ് ടൈമിൽ നിങ്ങൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു ഉച്ച ടൈമിലേക്ക് നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം ലൈറ്റായിട്ടുള്ള രീതിയിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഏരിയ വേറെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന രീതിയിലായില്ല ഫുഡുകൾ, അപ്പം മേ ബി ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും ഉണ്ട്. സോ മാക്സിമം ലൈറ്റായിട്ടുള്ള രീതിയിൽ ഫുഡുകൾ ട്രാവലിംഗ് ടൈമിൽ കഴിക്കുക. അപ്പോൾ നിങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്ന ടൈമിൽ ഫുഡ് നിങ്ങൾ എത്രത്തോളം കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ല. കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യുകയല്ല, ഇപ്പോൾ നൈറ്റ് ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്യൂസ് ഇല്ല. മാക്സിമം ട്രാവൽ ചെയ്യുന്ന നേരത്തെ നിങ്ങൾ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. നമ്പർ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എമർജൻസി മെഡിസിൻസ് ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. അത് ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷനാണ്. നിങ്ങളിപ്പോൾ ഒരു മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കാൻ മറക്കരുത്. അതല്ലാണ്ട് ഡോളോ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക, നിങ്ങൾക്ക് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറഞ്ഞതാണ്. കാരണം ഞങ്ങളൊരു റൈഡ് എടുത്തപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്ക് മൈഗ്രെയിൻ ഉണ്ടായ ഒരു ഇഷ്യൂ ഉണ്ടായി. ഞങ്ങളൊരു മെഡിസിൻ പോലും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മെഡിസിൻ ക്യാരി ചെയ്യാമായിരുന്നു എന്ന് ഞങ്ങൾ ആലോചിച്ചത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് എമർജൻസി മെഡിസിൻസ് മാക്സിമം ക്യാരി ചെയ്യുക. അതിനിപ്പോൾ കാര്യമായ വെയിറ്റുകളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുകളില്ല. ഇനി പോയിന്റ് നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ പോകുന്ന പ്ലേസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ ശ്രമിക്കുക. ഇപ്പോൾ അവിടുത്തെ വെതർ കണ്ടീഷൻ, അല്ലെങ്കിൽ അവിടെ എത്ര ടൈം തൊട്ടാണ് പാസ് കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ എൻട്രൻസിന് ഇന്ന ടൈം ഉണ്ടോ എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇന്ന ടൈം തൊട്ടാണ് അവിടെ എൻട്രൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ മാക്സിമം ആ പ്ലേസിനെ പറ്റി അവിടുത്തെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പോയിന്റ് നമ്പർ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നൈറ്റ് റൈഡ് കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്ഥലത്തെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടല്ല, അവിടുത്തെ ആൾക്കാർ ഏത് രീതിയിലാണെന്ന് അറിയില്ല. സോ മേ ബി നൈറ്റ് റൈഡ് നമുക്ക് ഇത്തിരി റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നൈറ്റ് റൈഡ് അവോയ്ഡ് ചെയ്ത് നിങ്ങളിപ്പോൾ സ്റ്റേ ചെയ്ത് ഏർലി മോർണിംഗ് നിങ്ങൾക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ ക്ഷീണവും വരില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ അടുത്ത സൺസെറ്റ് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് റൈഡ് ചെയ്യുന്നതിനും ഇഷ്യൂസ് വരുന്നില്ല. സോ മാക്സിമം നിങ്ങൾ നൈറ്റ് റൈഡ് അവോയ്ഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പോയിന്റ് നമ്പർ 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ് ആയിട്ടുള്ള ഡ്രൈവിംഗ് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മളൊരു ട്രാവലിംഗ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റേസിംഗ് അല്ല.
സോ മാക്സിമം നിങ്ങൾ പ്ലേസുകൾ എൻജോയ് ചെയ്യാനും അവിടുത്തെ സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. സോ സേഫായിട്ടുള്ള ഡ്രൈവിങ് എപ്പോഴും എടുക്കുക. ഓവറായിട്ടുള്ള സ്പീഡോ അല്ലെങ്കിൽ റഷ് ആയിട്ടുള്ള ഡ്രൈവിങ്ങോ നിങ്ങൾ മാക്സിമം എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മളിപ്പം ആര് കോമ്പറ്റേറ്റേഴ്സ് ആയത് അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടി വന്നാലും നമ്മളത് ചെയ്യാതിരിക്കുക. മാക്സിമം സേഫായിട്ടുള്ള ഡ്രൈവിങ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്പർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ വയ്ക്കുക. ഇപ്പോൾ ATM നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ATM യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ മാക്സിമം കുറച്ച് എമൗണ്ട് നിങ്ങളിൽ ക്യാഷായിട്ട് കരുതുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫോറസ്റ്റ് റൂട്ടൊക്കെയാണ് റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പെട്രോൾ പമ്പ്സ് കാണില്ല. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ പെട്രോൾ ഫില്ല് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ എത്ര പെട്രോൾ ഉണ്ട് കറക്റ്റ് കാൽക്കുലേഷൻ അവിടം വരെ എത്തും എന്നൊന്നും കരുതല്. കാരണം നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഡിപ്പെൻഡ് ഓൺ റൈഡ്, പിന്നെ നമ്മുടെ റോഡ് കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മാക്സിമം റൈഡിന് മൈലേജ് കുറച്ച് കണ്ടിട്ടുള്ള രീതിയിൽ പെട്രോൾ എപ്പോഴും അടിക്കാൻ ശ്രമിക്കുക. മൈലേജ് ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് കൂടുതലുണ്ട് എന്നുള്ളൊരു ഊഹക്കണക്ക് വെച്ച് ഒരിക്കലും പെട്രോൾ ക്യാരി ചെയ്യാൻ ശ്രമിക്കരുത്. മാക്സിമം പെട്രോൾ ഫില്ലാക്കി വയ്ക്കുക. അടുത്ത പെട്രോൾ പമ്പ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിലും നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട ആവശ്യം വരില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവലാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ പോകുന്ന പ്ലേസും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുക. അല്ലാതെ നമ്മൾ സ്പീഡായിട്ട് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ 2-3 ഡെസ്റ്റിനേഷൻ ഒരുമിച്ച് കവർ ചെയ്തു ധൃതി പിടിച്ച് ഒരു പ്ലേസ് പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ട്രാവൽ ചെയ്ത് വേസ്റ്റ് എന്നുള്ള രീതിയിലാണ്. സോ മാക്സിമം നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ രീതിയിൽ നമ്മൾ പ്രീ പ്ലാൻ ആയിട്ട് തന്നെ റൈഡ് ചെയ്യുക. അപ്പോൾ ആ പ്ലേസ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഡെസ്റ്റിനേഷനിൽ നമുക്ക് പോകാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു എബോവ് 500 കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. ഒരു പഞ്ചർ കിറ്റ്, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു സ്പാർക്ക് പ്ലഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നിങ്ങൾക്ക് തന്നെ റീപ്ലേസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള കേസുകളൊക്കെ നിങ്ങൾ മാക്സിമം ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് അതെല്ലാം നമ്മൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയുള്ള റൈഡിൽ നിങ്ങളത് ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എബോവ് 500 കിലോമീറ്ററുള്ള ലോങ് ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം മാത്രം റൈഡ് ചെയ്യുക. അത് മെയിനായിട്ടും ഹെൽമെറ്റ് യൂസ് ചെയ്തത് നമ്മൾ റൈഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ ട്രാവലിങ്ങിലും ബൈക്ക് റൈഡിങ്ങിലും നിങ്ങൾ നൽകേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെല്ലുന്ന പ്ലേസിലുള്ള ആളുകളെ പറ്റി നമുക്കറിയില്ല. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കശപിശകൾ കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയാലും നമ്മൾ കയറി തോട്ടി പിടിക്കാണ്ടിരിക്കുക. കാരണം ഇത് അവരുടെ പ്ലേസാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അവർക്കായിരിക്കും സ്ട്രെങ്ത്ത്. നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും അവിടെയുള്ളവർ അവരെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങോട്ട് കയറി ദേഷ്യപ്പെടാനോ കാര്യങ്ങൾക്ക് പോകാണ്ടിരിക്കുക. അല്ലാതെ എൻ്റെ നാട്ടിൽ ഞാൻ ഇതാർന്നൂടാ അതാർന്നൂടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള കേസുകളിൽ മാക്സിമം സൈലൻ്റായിട്ട് നമ്മൾ പോരാൻ ശ്രമിക്കുക. നമ്മൾ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ആ സ്ഥലങ്ങൾ കാര്യങ്ങൾ കണ്ട് നമ്മുടെ റൈഡിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് സേഫായിട്ട് വീട്ടിലോട്ടെത്താൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ള ട്രാവലിംഗ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളും കാണുന്നവരെ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. സീ ദെൻ, ബൈ ബൈ.